വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന പാർട്ടികളിലൊക്കെ നമുക്ക് സെർവ് ചെയ്യാനായിട്ട് തലേ ദിവസം തന്നെ പ്രിപ്പയർ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ജ്യൂസ് റെസിപ്പിയാണ് ഇന്നിവിടെ ഞാൻ ഷെയർ ചെയ്യുന്നത്. വളരെ എളുപ്പമാണ് നമുക്കിത് റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് ഗ്രേപ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് തിളപ്പിച്ചെടുത്തിട്ടാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. ഇതിനായിട്ട് നമുക്ക് ഒരു കപ്പ് മുതൽ 1.5 കപ്പ് വരെ ഇതിനകത്തേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മൾ എത്രയാണോ എടുക്കുന്നത് ഒന്നുകിൽ അത്ര തന്നെ, അതില്ലെങ്കിൽ അത്രയും അതിൻ്റെ പകുതിയും കൂടെ വെള്ളം ചേർത്തിട്ട് നമുക്ക് എത്ര കട്ടിയുള്ള ജ്യൂസ് വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമ്മുടെ മധുരത്തിനനുസരിച്ചുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട് ഇതിനകത്തേക്ക്. ഇതൊരു 3 നോർമൽ ഗ്ലാസ്സിനൊരു 3-3.5 ഗ്ലാസ് ജ്യൂസ് ഉണ്ടാവും. എന്നിട്ട് ഇത് നമ്മൾ നന്നായിട്ട് തിളപ്പിക്കണം. തിളപ്പിച്ചിട്ട് നമ്മൾ ഇതിൻ്റെ ഈ പുറമേ വരുന്ന ഈ ഔട്ടർ സ്കിന്ന് പൊട്ടിയിട്ട് വേറിട്ട് വരും. അത് സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ട് അതിൻ്റെ ആ കളറെല്ലാം നമ്മൾ വെള്ളത്തിനകത്തേക്ക് ഇറങ്ങി വരും. ആ ഒരു സ്റ്റേജിലെത്തുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇത് പൊട്ടി വരുന്നുണ്ട്. ഇനി ഇത് ഈ പൊട്ടിയിട്ടുള്ള ഈ തൊലി ഭാഗം അത് അടർന്നിട്ട് വേറെ ആയിട്ട് നമ്മൾ അതിനുള്ളിലുള്ള പൾപ്പ് വേറെ അങ്ങനെ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് വരും. ഒരു 2-3 മിനിറ്റ് നേരം ഒന്ന് നന്നായി ഒന്ന് തിളപ്പിച്ചാൽ മതി. അപ്പോൾ ഇത് ഒരുപാട് ഇങ്ങനെ സ്പൂണിട്ട് ഇളക്കി കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പം ഇത് ഇങ്ങനെ അരഞ്ഞതുപോലെ ആയിപ്പോവും. നമ്മളിത് മിക്സിക്കകത്ത് അടിക്കുന്നൊന്നുമില്ല, ഇങ്ങനെ തിളപ്പിച്ചെടുക്കുന്ന മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇത് നന്നായി തന്നെ പൊട്ടി അതിൻ്റെ സ്കിന്നൊക്കെ മാറി, പൾപ്പ് വേറെ സ്കിന്ന് വേറെ ആയിട്ടുണ്ട്. സ്കിന്ന് മാറിപ്പോകുന്ന സമയത്ത് തന്നെ ഇതിനകത്തുള്ള ആ സീഡ്സൊക്കെ താഴേക്ക് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ സീഡ്സൊക്കെ താഴെ അടിഞ്ഞു വരും. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ആ ജ്യൂസാണിത്. ഇനി നമ്മളിത് ഒരു സ്റ്റെയിനറിനകത്തേക്ക് ഒഴിച്ച് അരിച്ചെടുക്കുകയാണ്. അരിച്ചെടുത്തിട്ട് നമുക്ക് ഇതിനകത്തുള്ള കുറച്ച് പൾപ്പ് കൂടെ നമ്മൾ ജ്യൂസിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ഭംഗിക്ക് വേണ്ടിയാണ്. നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ അവിടെ ആയിട്ട് അതിങ്ങനെ പൾപ്പ് ഇങ്ങനെ കാണാം നമുക്ക്. ഞാനിതിനകത്ത് പഞ്ചസാര നേരത്തെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഈ ഒരു സ്റ്റേജിൽ ഇട്ട് കൊടുത്താലും മതി. പിന്നെ നമ്മൾ പഞ്ചസാര ചേർത്ത് മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുന്ന പൾപ്പ് പൊടിഞ്ഞിട്ട് നന്നായി വെന്ത് വന്നതാണല്ലോ, അപ്പോൾ അത് പൊടിഞ്ഞിട്ട് അത് ജ്യൂസിനകത്ത് മിക്സ് ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്കത് പിന്നെ മിക്സ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ആ പൾപ്പ് അങ്ങനെ തന്നെ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ ചേർത്തിട്ട് തിളപ്പിച്ചെടുത്തത്. ബാക്കിയുള്ള വേസ്റ്റായിട്ട് വരുന്ന പോർഷനാണിത്. ഒന്ന് അമർത്തി ഇതിനകത്തുള്ള ജ്യൂസ് മൊത്തം എടുത്തിട്ട് നമുക്കിത് ഒന്ന് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ നമുക്കൊരു പാർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ തലേ ദിവസം നമ്മളിത് റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് പാർട്ടിയുടെ അന്ന് പെട്ടെന്ന് തന്നെ സെർവ് ചെയ്യാനായിട്ട് പറ്റും. ഇത് ഞാനൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കട്ടെ. നന്നായി തണുത്ത് വന്ന ജ്യൂസ് ഞാനിവിടെ ഒരു സെർവിങ് ജഗ്ഗിലേക്ക് എടുത്തിട്ടുണ്ട്. അതൊന്ന് സെർവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കൂടെ കാണിക്കാം. ഒരു പഞ്ചിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഐസ് ക്യൂബ്സ് കൂടെ ഇട്ടിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ അത് വേണ്ടാന്നുള്ളവർക്ക് അത് സ്കിപ്പ് ചെയ്യാം. ഐസ് ക്യൂബ്സ് കൂടെ ഇടുമ്പോൾ നന്നായി തന്നെ മധുരം ചേർത്ത് കഴിഞ്ഞാൽ ഐസ് ക്യൂബ്സ് കൂടെ ഇടുമ്പോൾ മധുരം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഒരു 6 ടേബിൾ സ്പൂൺ എന്നുള്ളത് ഒരു 8 ടേബിൾ സ്പൂണെങ്കിലും ആക്കി കഴിഞ്ഞാൽ ഇതിനൊരു മധുരം കിട്ടുകയുള്ളൂ. അതല്ല അത്രയും മതി എന്നുള്ളവർക്ക് അങ്ങനെ തന്നെ സെർവ് ചെയ്യാനും ചെയ്യാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന, നമുക്ക് മിക്സിയുടെ ഒന്നും ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം. നമുക്കൊരു പാർട്ടിയൊക്കെ ഉണ്ടാകുമ്പോൾ തലേദിവസം റെഡിയാക്കി വെച്ചാൽ പെട്ടെന്ന് തന്നെ സെർവ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ഈസി ഡ്രിങ്കാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. വളരെ ഈസി ആയിരുന്നു തയ്യാറാക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെയുള്ള മറ്റൊരു ഈസി റെസിപ്പി ആയിട്ട് ഇൻഷാ അല്ലാഹ് മറ്റൊരു എപ്പിസോഡിൽ കാണാം. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ.